അഖിൽ പാലോട്ട് മഠത്തിലേക്ക് പോകാം. അഖിൽ, നമുക്ക് ആലുവ മണപ്പുറത്തെ വിശേഷങ്ങൾ. വിനോദെ, നമശിവായ. എന്തായാലും നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാവേതു പകലേതെന്നറിയാതെയാണ് മഹാദേവന്റെ. ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആഴിമലയിൽ ഗംഗാധരേശ്വരനാണ് എന്നുണ്ടെങ്കിൽ ഈ ആലുവയിൽ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയനായിട്ടാണ് മഹാദേവൻ കുടികൊള്ളുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ബലിതർപ്പണം, അതായത് പൃഥുക്കൾക്ക് മോക്ഷമുക്തിക്ക് വേണ്ടി പൃഥുപിണ്ഡം വെച്ച് ആരാധിക്കുന്നത് ആലുവ മണപ്പുറത്താണ്. നമ്മൾ കാണുന്നത് പോലെ തന്നെ വലിയ ജനസാഗരം എനിക്ക് പുറകിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പെരിയാറിന് കുറുകെയുള്ള ആ പാലം കടന്ന് ആലുവയുടെ മണപ്പുറത്തേക്ക് ഓരോ ഭക്തനും എത്തുന്നത് മോക്ഷം തേടിയുള്ള ഒരു യാത്ര കൂടിയാണ്. ഈ പെരിയാറ് കടന്ന് ഈ ആലുവയുടെ മഹാദേവന്റെ മുമ്പിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഇവിടെ എത്തി കുറുമ്പുല്ലും അക്ഷതവും വച്ച് കയ്യിൽ പവിത്രമോതിരം ധരിച്ച പൃഥുതർപ്പണം നടത്തുമ്പോൾ ഒരു കോടി പുണ്യമാണ്. ഒരു പരദേവതയുടെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതിതർപ്പണമായിട്ടാണ് അവർ സമർപ്പണം ചെയ്യുന്നത്. ഇവിടെ ആലുവ മണപ്പുറത്തേക്ക് കാഴ്ച, ആ പാലം കടന്ന് ആലുവ മണപ്പുറത്തേക്കുള്ള കാഴ്ച നമ്മൾ കണ്ടാൽ രാവേതു പകലേതെന്നറിയാത്ത തരത്തിൽ എല്ലാവരും നമശിവായ മന്ത്രം ജപിച്ച് ഇവിടെ കാത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 12 മണിയോടുകൂടിയാണ് വാവ് ബലി ആരംഭിക്കുന്നത്. ഇപ്പോൾ ശിവരാത്രി ബലി തർപ്പണമാണ് ആലുവ മണപ്പുറത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നിരവധിയായ ശാന്തിമാരുടെ ഒക്കെ നേതൃത്വത്തിൽ തന്നെ അവർ ബലിതർപ്പണത്തിന് നേതൃത്വം വഹിക്കുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും അമ്മമാരും പുരുഷന്മാരും അടക്കമുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ബലിതർപ്പണത്തിനായി കാത്തു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് ആലുവ മണപ്പുറത്ത് നിന്ന് കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ വൈകുന്നേരം ഇവിടെ എത്തുന്ന സമയത്ത് നമ്മളോട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് നമ്മളോട് പറഞ്ഞത്, ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന ഭക്തരായിരിക്കും ഇത്തവണ ആലുവ മണപ്പുറത്ത് ബലിതർപ്പണങ്ങൾക്ക് വേണ്ടി മാത്രം എത്തിച്ചേരുക എന്നതാണ് നമ്മളോട് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എല്ലാവരും അക്ഷതവും കുറുമ്പുലും കയ്യിൽ വെച്ച് അവരുടെ പൃഥുക്കളെ, അത് മാതൃപിണ്ഡമായാലും പൃഥുപിണ്ഡമായാലും അവർ ആർക്കാണോ ബലിതർപ്പണം നടത്തുന്നത് അവർ മരിച്ച നാള് സ്മരിച്ച് അവരുടെ ആ രക്ഷതാക്കളെ സ്മരിച്ചുകൊണ്ട് അവർ ആ പൃഥുക്കളെ വിളിച്ച് അവർ നേരത്തെ സമർപ്പിച്ച എള്ളും അക്ഷതവും ചാലിച്ച് അവർ വാഴയിലേക്ക് പുഷ്പങ്ങളും ചാലിച്ച് അവർ ആ പൃഥുക്കളെ വിളിച്ചു വരുത്തുകയാണ്. അവിടെ ആ പൃഥുക്കളെ എത്തിച്ചതിനു ശേഷം അവർ വീണ്ടും പുഷ്പങ്ങൾ ആരാധിച്ച് ചന്ദനം ആരാധിച്ച് വെള്ളം കൊടുത്ത് അവർ വീണ്ടും അവരുടെ പൃഥുക്കൾക്ക് ഉള്ള ബലിതർപ്പണം നടത്തുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എള്ളിൽ നീരും പൂവും ചാലിച്ച് അവർ ആ ഇലയിൽ ചാലിക്കുകയാണ്. അപ്പോൾ അവർ ജപിക്കുന്നുണ്ടാകും. ഇത് ഏതു ആൾക്കാണ്, അതായത് അച്ഛനാണോ അമ്മയ്ക്കാണോ ആർക്കാണോ ബലിതർപ്പണം നടത്തുന്നത് ആ പൃഥുപിണ്ഡത്തെ, അതായത് മാതൃപിണ്ഡമാണെങ്കിലും പൃഥുപിണ്ഡമാണെങ്കിലും അവരെ ഈ ഇതിലേക്ക് ആവാഹിക്കുന്നുണ്ടാകും. അതിനുശേഷമായിരിക്കും പിണ്ടച്ചോർ ഉരുട്ടി അവർ ബലിതർപ്പണം നടത്തുക. അതിനുശേഷം അവർ ഈ പെരിയാറിലേക്ക് ഇറങ്ങി മുങ്ങുന്നുണ്ടാകും. അങ്ങനെ പെരിയാറിൽ ഇറങ്ങി മുങ്ങി അതിനുശേഷം അവർ ആ പിണ്ഡം പുറകിലേക്ക് സമർപ്പിക്കും. അതോടുകൂടി അവർ മോക്ഷമുക്തി നൽകുന്നു. നമ്മൾ ഹൈന്ദവ സംസ്കാരം അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ 3 തവണയാണ് ബലിതർപ്പണം നടക്കുക. കർക്കിടകവാവ് സമയത്ത് നമ്മൾ ബലിതർപ്പണം നടത്താറുണ്ട്. അതുപോലെ തന്നെ മാസ ബലിതർപ്പണം നടത്താറുണ്ട്. ആണ്ട് ബലിതർപ്പണം നടത്താറുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പുണ്യവും പുരാതനവുമായിട്ടുള്ള ബലിതർപ്പണമാണ് ഈ ശിവരാത്രി ദിനത്തിൽ ഉണ്ടാകുന്നത്. അതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ. ഇവിടെ ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. എല്ലാവരും ബലിതർപ്പണം നടത്തി അവർ എല്ലാവരും തന്നെ സ്നാനം നടത്തുന്നത് നമ്മൾ നേരത്തെ മഹാകുംഭമേളയിലൊക്കെ കണ്ടതുപോലെ തന്നെ അവർ ഗംഗയിൽ സ്നാനം നടത്തിയിരുന്നു. കാരണം ബലിതർപ്പണം നടത്തി അവർ ആ സ്നാനം നടത്തുന്നതോടു കൂടിയാണ് അവർ നടത്തിയ ആ ബലിയുടെ പൂർണ്ണതയിലേക്ക് എത്തുക. അവർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അക്ഷതവും കുറുമ്പലും കയ്യിൽ ധരിച്ച പവിത്രവും എല്ലാം തന്നെ ആ പിണ്ടച്ചോറിനൊപ്പം തന്നെ അത് ആ സ്നാനത്തിലേക്ക് ഒഴുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മുങ്ങി എണീറ്റ് അവർ വീണ്ടും ചന്ദനം തൊടുന്നതോടുകൂടിയായിരിക്കും അവരുടെ ആ മോക്ഷമുക്തിയിലേക്ക്, അതായത് അവരുടെ പൃഥുക്കൾക്ക് നൽകിയ മോക്ഷമുക്തിക്ക് ഒരു തുടക്കം, അല്ലെങ്കിൽ ആ മോക്ഷമുക്തിക്ക് ഒരു ആരാധനയായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് ഉണ്ടാവുക. എന്തായാലും ആലുവ മണപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വലിയൊരു സംസ്കാരവും പൈതൃകവും എല്ലാം തന്നെ ഇണചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആലുവ മണപ്പുറം എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 10,000 കണക്കിന് ശിവഭക്തരാണ് ആലുവ മണപ്പുറത്തേക്ക്
നേരത്തെ നമ്മോട് സംസാരിച്ച മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എല്ലാം തന്നെ ആവർത്തിച്ചു പറഞ്ഞത് എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണ് എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ചു പറഞ്ഞത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 1 ലക്ഷത്തോളം വരുന്ന ശിവഭക്തരാണ് ബലിതർപ്പണത്തിലേക്ക് വേണ്ടി ആലുവ മണപ്പുറത്തേക്ക് എത്തുക. വിവിധ ഭാഗങ്ങളിൽ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിന്നാണ് ആലുവ മണപ്പുറത്ത് ബലിതർപ്പണം നടത്തുന്നതിലേക്ക് വേണ്ടി എത്തിച്ചേരുന്നത്. അവർക്ക് പോകുന്നതിലേക്ക് വേണ്ടിയുള്ള KSRT സൗകര്യം, താമസ സൗകര്യം, അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ശാന്തവും സമാധാനവുമായി മൃത്യുഞ്ജയന്റെ മുമ്പിൽ ആ ത്രയംബക മന്ത്രം ജപിച്ചുകൊണ്ട് അവർ പ്രതിതർപ്പണം നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും ഒരു വലിയ ദൃശ്യത്തിലേക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ആലുവ മണൽ തീരത്തെ അല്ലെങ്കിൽ ആലുവ തീരത്തെ മണൽത്തരികൾ പോലെ തന്നെ എല്ലാവരും ഇവിടെ ബലിതർപ്പണത്തിനായി കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഓരോരുത്തരും അവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച്, പൈതൃകങ്ങളെ മുറുകെ പിടിച്ച്, അവരുടെ പെറ്റമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഉള്ള അവരുടെ പ്രതുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആ തർപ്പണം നടത്തുന്നു. ഒരാണ്ടുകാലം കാത്തിരുന്ന മഹാദേവന്റെ മുമ്പിൽ വന്ന് സർവവും സ്വരൂപിക്കുന്ന സംഹാരമൂർത്തിയായിട്ടുള്ള മഹാദേവന്റെ മുമ്പിൽ വന്ന് നിന്ന് അവർ ആ തർപ്പണം നടത്തുന്ന ഒരു കഥ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കാത്തിരിക്കുന്ന ശിവഭക്തരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബലിതർപ്പണം കഴിഞ്ഞ ഭക്തരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്തായാലും ആലുവ മണപ്പുറം തന്നെയാണ് കടന്നു പോകുന്നത്. ഞാൻ ഇത്രയും നേരം സൂചിപ്പിച്ചത് ഈ ബലിതർപ്പണത്തെ പറ്റിയാണ്. വിനോദിന് അറിയുന്നത് പോലെ തന്നെ മഹാശിവരാത്രി എന്ന് പറയുന്നത് ഐതിഹ്യങ്ങളുടെയും പുരാണങ്ങളുടെയും ഒക്കെ തന്നെ ഒരു സഞ്ചയം കൂടി. വിവിധങ്ങളായ ഐതിഹ്യങ്ങളുണ്ട്. മഹാദേവന് വേണ്ടി പാർവതീദേവി കാത്തിരുന്ന, ഉറക്കമിളച്ചിരുന്ന ആ ദിനരാത്രം കൂടിയാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത്. അമൃത് കടന്നെടുത്ത ആ പാലാഴി മദനം കഴിഞ്ഞ് കിട്ടിയ അമൃതകുംഭത്തിൽ ആദ്യം വന്ന കാളകൂട വിഷം സേവിക്കുന്ന മഹാദേവനെ കാത്തുരക്ഷിക്കാൻ കാത്തിരുന്ന പാർവതീദേവിയുടെ ആ ദിവസമായി, ഓർമ്മയായി തന്നെ മഹാശിവരാത്രി ഓർമ്മിക്കുന്നുണ്ട്. കുടുംബസമേതം, അതായത് ഭാര്യയും ഭർത്താവും അടക്കം കുടുംബസമേതം വന്ന് ശിവരാത്രി മഹോത്സവത്തിന്റെ ആ വ്രതം നോറ്റാൽ ഉണ്ടാകുന്ന ആ പുണ്യമൊക്കെ തന്നെ മഹാദേവന്റെയും പാർവതിയുടെയും ആ ചരിത്രത്തെ കൂടി ചേർത്തു വെക്കുന്നതാണ്. മറ്റൊരു ചരിത്രം എന്ന് പറയുന്നത് ആ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും താമര മുകളങ്ങളിലൂടെ ബ്രഹ്മാവ് ഉദയം കൊള്ളുന്നു. ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് വിഷ്ണുവാണ് എന്ന് പറയുന്ന സമയത്ത് അത് സ്വീകരിക്കാൻ സൃഷ്ടാവായ ബ്രഹ്മാവ് അത് ആഗ്രഹിക്കുന്നില്ല. ആ സമയത്ത് അവർ തമ്മിൽ വലിയ തർക്കമുണ്ടാകുന്നു എന്നതാണ് പറയുന്നത്. ആ തർക്കത്തിനൊടുവിൽ ഒരു വലിയ ശിവലിംഗം പോലത്തെ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നു. അതിന്റെ അഗ്രവും അറ്റവും കാണുന്നതിലേക്ക് വേണ്ടി ഒരു ഭാഗത്തേക്ക് ബ്രഹ്മാവും മറുഭാഗത്തേക്ക് മഹാവിഷ്ണുവും യാത്ര ചെയ്യുന്നു. ആ യാത്രയ്ക്കൊടുവിൽ അവർക്ക് ഒരിടത്തേക്കും എത്തിച്ചേരാൻ കഴിയാതെ വരുന്ന സമയത്ത് അവർ വീണ്ടും തിരികിലേക്ക് എത്തുമ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെടുന്നു. അവർക്ക് മുമ്പിൽ സംയുക്തമായി എന്ന ഒരു സങ്കല്പം മറ്റൊന്ന് ശിവരാത്രിയുടെ ഭാഗമായി ഉണ്ട്. അങ്ങനെ ചരിത്രവും പുരാണവും ഐതിഹ്യവും എല്ലാം തന്നെ മഹാശിവരാത്രിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ എറണാകുളത്ത് അപ്പന്റെ മുമ്പിൽ, അതുപോലെ തന്നെ ആലുവ മണപ്പുറത്തൊക്കെ തന്നെ ഭക്തിസാന്ദ്രമായ നിമിഷം നമുക്ക് കാണാൻ സാധിക്കും.